ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് വന്നിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു മുട്ടക്കറിയായിട്ടാണ്. പൊരിച്ച മുട്ട വെച്ചിട്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത്. നമ്മൾ പത്തിരി, ദോശ, വെള്ളപ്പം ഇതിൻ്റെയൊക്കെ കൂടെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. ഞാനിവിടെ 5 കോഴിമുട്ടയാണ് അതിനെടുത്തിരിക്കുന്നത്. 5 കോഴിമുട്ട ഉപ്പിടാതെ കലക്കിയിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. പിന്നെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പട്ട, ഗ്രാമ്പു, ഏലക്കായ ഇട്ട് 2 സവാള അതൊന്ന് പൊട്ടി വരും. പട്ട, ഗ്രാമ്പു, ഏലക്കായ ഒന്ന് പൊട്ടി വരും. 2 സവാള ഒന്ന് ഉപ്പിട്ടിട്ട് നല്ലൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഞാൻ 3 തക്കാളി, ഒരു 4 5 പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി പേസ്റ്റും ഇഞ്ചി പേസ്റ്റും കൂടി 1 ടീസ്പൂണാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ വെച്ചിട്ട് എടുത്ത് പിന്നെ നല്ലൊന്ന് ഇളക്കിയിട്ട് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് വേവിക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ലോ ഫ്ലെയിമിലിട്ടൊക്കെ വെന്തു. പിന്നെ കറിവേപ്പില ഇട്ടു. കറിവേപ്പില ഇട്ടതിൻ്റെ ശേഷം നല്ലൊന്ന് ഇളക്കി നല്ലൊന്ന് ഉടച്ചെടുക്കട്ടോ. നമ്മൾ ചട്ടി വെച്ച് നല്ലൊന്നിങ്ങനെ ഉടച്ചെടുത്ത് അതിലേക്ക് പിന്നെ പൊടികളിടാം. അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് അതിൻ്റെ ഒന്ന് പൊടികളൊന്ന് പച്ചച്ചുവ മാറണ വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലൊന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത കോഴിമുട്ട ഇല്ലേ, അത് പീസാക്കി കട്ട് ചെയ്തതിൻ്റെ ശേഷം അതും ഇതിലിടുക. എന്നിട്ട് നല്ലൊന്ന് ഇളക്കിയതിൻ്റെ ശേഷം പിന്നെ തേങ്ങാപ്പാൽ ഒഴിക്കട്ടോ. തേങ്ങാപ്പാൽ 1-ാം പാൽ 2-ാം പാൽ എന്നൊന്നുമില്ല. തേങ്ങാപ്പാൽ നമുക്ക് ഒന്നിച്ചെടുക്കാം. 1-ാം പാൽ 2-ാം പാൽ ഒന്നിച്ചെടുത്തതിൻ്റെ ശേഷം അതൊന്ന് ഇളക്കി തിളപ്പിച്ചിട്ട് നമ്മളൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. അത് തേങ്ങാപ്പാലിൽ 2-ാം പാലൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ ഒക്കെ വെള്ളം ചേർത്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഒന്ന് കുറുക്കിയെടുത്ത് പിന്നെ നമുക്ക് പാകത്തിനുള്ള കറി ആയി എന്നുള്ളൊരു മട്ടാകുമ്പോൾ കുറുക്കിയെടുത്ത് അതിൻ്റെ ശേഷം ഞാൻ നമ്മളെ മല്ലിയിലേൻ്റെയും പുതിനയിലേൻ്റെയും ഒക്കെ ടേസ്റ്റുള്ള ഒരു ചപ്പില്ലേ, നമ്മളവിടെയൊക്കെ അതിന് പറയുക ഊട്ടി ചപ്പ് എന്നാണ്. നിങ്ങളവിടെയൊക്കെ എന്താ പറയുകയെന്നറിയില്ല. അപ്പോൾ അതാണ് ഞാൻ അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മല്ലിയിൽ പുതിനയിലുണ്ടെങ്കിൽ അതെടുത്താൽ മതി കേട്ടോ. പകരം അതിട്ടാൽ മതി. ഇത് നമ്മളെ വീട്ടിൽ ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് അതിട്ടിട്ട് നമുക്ക് വാങ്ങി വെച്ചിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ ഉണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. നമ്മൾ ഈ മുട്ട ഫ്രൈ ചെയ്തുണ്ടാക്കിയോണ്ട് ഈ നല്ല തിളച്ച് വരുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ല മസാല പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ കുറച്ച് ഒന്നിച്ച് പൊരിക്കണോണ്ട് കട്ടിയിലുണ്ടാവും ഈ പീസ്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ താങ്ക് യു.